ജയ്ക്കർ വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഇതാണ് കളി, ഇതാണ് മാച്ച്. ഫൈനലി ഇന്ത്യ ഈസ് ബാക്ക്. റെക്കോർഡ് ബ്രേക്കിംഗ് നൈറ്റ് ഇൻ ചെന്നൈ. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? യുവരാജ് സിംഗിൻ്റെ 6 ബോളിൽ 6 സിക്സ് അടിച്ച ആ മാച്ചിൽ ഇന്ത്യ അടിച്ച 218 ഇന്ന് ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. 256 4. വാവ്. അന്ന് 218 4. ഓഫ്, ഇച്ചാതി തീയായിരുന്നു ചെന്നൈ. ലിറ്ററലി ചെന്നൈ കത്തിച്ചു എന്ന് തന്നെ പറയാം ടീം ഇന്ത്യ. ഉഫ്, അതായത് 300 ഇല്ലെങ്കിലും 256. വേൾഡ് കപ്പിൽ സെക്കൻഡ് ഹയസ്റ്റ് ടീം ടോട്ടൽ, ജസ്റ്റ് ബിഹൈൻഡ് 260. അത് പൊട്ടും തന്നെയാണ് കരുതിയത്. പക്ഷേ ഇവൻസിൻ്റെ ആ 3 ബോള് അത് ടൈറ്റായി. ഹാർദിക് പാണ്ഡ്യയ്ക്ക് അത് ശരിക്ക് കൃത്യമായിട്ട് കണക്ഷൻ കിട്ടിയില്ല. എങ്കിൽ കണക്ഷൻ ശരിക്ക് കിട്ടിയിരുന്നെങ്കിൽ അതും പൊട്ടിച്ചേനെ. കഴിഞ്ഞ 2 ദിവസം മുൻപ് വെസ്റ്റ് ഇൻഡീസിൻ്റെ 254 റൺസ് അത് പൊട്ടി. ഇറങ്ങിയ 6 ബാറ്റേഴ്സിൻ്റെയും സ്ട്രൈക്ക് റേറ്റ് 150+ ആയിരുന്നു. ഈ തിലക് വർമ്മേനൊക്കെ സ്ഥാനം മാറ്റിയിട്ടപ്പോണ്ടല്ലോ കിഡിലനായി. പക്ഷേ ആളുടെ 50 മിസ്സായിപ്പോയി. പിന്നെ ഹാർദിക്കിൻ്റെ 23 ബോളിൽ 50, ലാസ്റ്റ് സ്ട്രൈറ്റ് 6. അമ്മാരി തൂക്കടിയായിരുന്നത്. മൊത്തത്തിൽ പറയാനായിട്ടൊരു കാര്യമുണ്ട്. സഞ്ജു സാംസൺ ടീമിലുണ്ടോ ഇന്ത്യൻ ടീം 200+ കടന്നിരിക്കും. അതാണ് ചെക്കൻ ടീമിനകത്ത് വെറുതെ നിന്നാൽ മതി. ഇന്ന് കമൻട്രി മറ്റേ ആകാശ് ചോപ്രയ്ക്ക് റെയ്ന നല്ലൊരു മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആകാശ് ചോപ്ര പറഞ്ഞത്, അതായത് ഇന്ന് ഗ്രൗണ്ട് മാറിയതുകൊണ്ട് ഇന്ത്യക്ക് നല്ല തുടക്കം കിട്ടിയെന്നാണ്. പക്ഷേ അപ്പോൾ റെയ്ന തിരുത്തി കൊടുത്തു കമൻട്രിയിൽ, ഗ്രൗണ്ടല്ല മാറിയത് ആകാശ്, ഓപ്പണർമാരാണ് മാറിയത്, സഞ്ജു ആണ് വന്നിരിക്കുന്നത്. നല്ലൊരു കിടിലൻ മറുപടിയായിരുന്നു. അവർ കമൻട്രിയിൽ ആകാശിനെ ശരിക്കും ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു റെയ്ന. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോഴൊക്കെ ഈ പ്രധാനമാവുന്നത് റൺസിൻ്റെ എണ്ണമൊന്നുമല്ല, മറിച്ച് ആ ഇന്നിങ്സിൽ ഒരാളുണ്ടാക്കുന്ന സ്വാധീനമാണ്. അതായത് സഞ്ജു സാംസൺ 15 പന്തിൽ 24 റൺസ്, അതൊരു വലിയ സ്കോറായിട്ട് തോന്നില്ലായിരിക്കാം. പക്ഷേ അതൊരു ബേസ്മെൻ്റാണ്. ആ ഒരു ബേസ്മെൻറ്റിൽ ചവിട്ടിക്കയറി നിന്നിട്ടാണ് മറ്റവന്മാർ താണ്ഡവമാടുന്നത്. ഈ ഒരു ബേസ് നമുക്ക് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായിട്ട് കിട്ടിയില്ല. അതാണ് അവിടെ നമുക്ക് പാച്ച് പോയത്. ഓക്കെ, പിന്നെ ഇതിലെ ഏറ്റവും വലിയ മണ്ടത്തരം പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിംബാവയ്ക്ക് ടോസ് കിട്ടിയ വഴിക്ക് സിംബാവ ഓടിപ്പോയിട്ട് ബോളിംഗ് എടുത്തു. എച്ചാതി പൊട്ടന്മാരായിരിക്കും. അന്ന് പാകിസ്ഥാൻ കാണിച്ച അതേ മണ്ടത്തരം തന്നെ ഇവന്മാരും കാണിച്ചു. പിന്നെ ഇനിയെങ്കിലും മനസ്സിലാക്കണം, അഭിഷേക് ശർമ്മയ്ക്ക് മികച്ച ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടെങ്കിൽ, അതായത് ഒരു ഓപ്പണിംഗ് കൂട്ടുകെട്ട് ഒരാളുണ്ടെങ്കിൽ അത് സഞ്ജു സാംസണാണ്, ഇഷാൻ കിഷൻ അല്ല. അത് മനസ്സിലാക്കുക. ഇഷാൻ കിഷൻ 1 ഡൗൺ കറക്റ്റാണ്, ആപ്റ്റാണ് ആളതിൽ. അഭിഷേക് ശർമ്മയുടെ മൈനസും പ്ലസ്സും മനസ്സിലാക്കി കളിക്കാൻ സഞ്ജു സാംസന് കഴിയും. അതുപോലെ സഞ്ജു സാംസൻ്റെ മൈനസും പ്ലസ്സും മനസ്സിലാക്കി കളിക്കാൻ അഭിഷേക് ശർമ്മയ്ക്ക് അറിയും. അവർ തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ അടിപൊളിയാണ്. അതായത് ഫ്രണ്ട് ഫുട്ടും ബാക്ക് ഫുട്ടുമാണ്. അഭിഷേകിൻ്റെ വീക്ക് പോയിൻ്റ് മനസ്സിലാക്കി സഞ്ജു കളിക്കുകയും ചെയ്യും, സഞ്ജുവിൻ്റെ വീക്ക് പോയിൻ്റ് മനസ്സിലാക്കി അഭിഷേകും കളിക്കും. അങ്ങനെ അവർ തമ്മിലുള്ള ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. അത് ഇഷാൻ കിഷനും അഭിഷേക് ശർമ്മയും കൂടി ചേരുമ്പോൾ ആ ഒരു ഓപ്പണിങ്, ആ ഒരു സംഭവം നമുക്ക് കിട്ടത്തില്ല. ഇപ്പോൾ ഒരു ഫിനിഷർ എന്നുള്ള നിലയിൽ മാത്രമായിട്ട് റിങ്കു സിങ്ങിനെ എടുക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് ഇപ്പോൾ റിങ്കു സിങ്ങിന് പകരം, ഇപ്പോൾ റിങ്കു സിംഗ് ഇന്ന് ഫീൽഡിൽ ഇറങ്ങിയിട്ട് ഒരു ക്യാച്ച് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. വൈ? അപ്പോൾ ആള് ഒരു ഫീൽഡറാണെന്നും പറഞ്ഞിട്ട് ആള് എന്തോരം മിസ് ഫീൽഡ് കാഴ്ചവെക്കുന്നുണ്ട്. ബാറ്റിങ്ങിലാണെങ്കിൽ നല്ല രീതിയിൽ ബാറ്റിങ്ങും ചെയ്യുന്നുമില്ല. ബട്ട് അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മൾ ഈ ഒരു ടീം കറക്റ്റാണ്. T20ക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കറക്റ്റ്. തിലക് വർമ്മ ഇറങ്ങേണ്ട സ്ഥാനം ഇപ്പോഴാണ് കറക്റ്റായത്. തുടങ്ങി വെക്കുക എന്നുള്ള ഒരു സംഭവമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കളി എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. പെട്ടെന്ന് തന്നെ ഇഷാൻ കിഷൻ ഔട്ടായി പോയപ്പോൾ എന്താണ് ഉണ്ടായത്? അഭിഷേക് ശർമ്മയ്ക്കും അധികം പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു സ്റ്റാർട്ട് നമുക്ക് കിട്ടുന്നില്ല, ഒരു സെൽഫ് അങ്ങോട്ട് കറക്റ്റായി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനൊക്കെ ഒരു വിരാമമായിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ സഞ്ജു സാംസന്റെ ഇന്നത്തെ മാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 റൺസ് ഒരു വലിയ സ്കോർ അല്ലായിരിക്കാം, പക്ഷെ ആ ഒരു സ്റ്റാർട്ടിങ്
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെടിക്കെട്ടിന് തിരികൊളുത്തിപ്പോയത് ചെക്കനാണ്, സഞ്ജു സാംസനാണ്. കൃത്യമായി പറയുകയാണെങ്കിൽ അതാണ്. അതിനുശേഷം ആ ഒരു വെടിക്കെട്ട് അവർ ഏറ്റെടുത്ത് നടത്തിയെന്നുള്ളൂ. തുടക്കം കുറിക്കാൻ ഒരാൾ വേണം. ആ ആളില്ലെങ്കിൽ പോക്കാണ്. ഇപ്പോൾ അതിന് മുന്നത്തെ മാച്ചുകളിലൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇഷാൻ കിഷനാണ് തുടക്കം കുറിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു തുടക്കം നമുക്ക് ആവശ്യമാണ് എപ്പോഴും. ഇപ്പം ഇന്ന് അഭിഷേക് ശർമ്മ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഒരു 50 അടിക്കാനുള്ള കാരണവും സഞ്ജു സാംസൻ്റെ ഒരു പാർട്ട്ണർഷിപ്പ് തന്നെയായിരിക്കാം, ഒരു തുടക്കം തന്നെയായിരിക്കാം. ഓക്കെ, എനിവേ എന്തായാലും ബെന്നറ്റിൻ്റെ ബാറ്റിംഗ് അടിപൊളിയായിരുന്നു. സിംബാബ്വേനെ പറയാതെ വയ്യ, അവർ പൊരുതി തോറ്റു എന്ന് തന്നെ പറയാം നമുക്ക്. പക്ഷേ ഇന്ത്യക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് ചില സിനിമയിൽ ഉള്ള ഡയലോഗാണ്, എനിക്കിനി ഒന്നും നോക്കാനില്ല, മേലും കീഴും നോക്കാനില്ല, അറ്റോടെ അടി എന്ന് പറഞ്ഞ പോലെ. വന്നവരും നിന്നവരും പോയവരൊക്കെ നിന്നടിച്ചപ്പോൾ സിംബാബ്വെ ശരിക്കും തരിച്ചു പോയി. പക്ഷേ സിംബാബ്വേയുടെ ഒരു പൊരുതൽ പറയാതെ വയ്യ. ബെന്നറ്റിൻ്റെ ബാറ്റിങ്ങൊക്കെ അത്യുഗ്രം ബാറ്റിംഗ് ആയിരുന്നു. സെഞ്ചുറി നഷ്ടമായെങ്കിലും ആളുടെ ബാറ്റിംഗ് അടിപൊളിയായിരുന്നു. ഓക്കെ, ശിവൻ ദുബൈക്കൊക്കെ ഒരു ഓവറിൽ 24 or 26 അങ്ങോട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ഒരു ഓവറിൽ എത്ര കണ്ട് വൈഡാണ് ചെങ്ങായി എറിഞ്ഞു കിട്ടിയത്. പിന്നെ 184 സിംബാബ്വെ അടിച്ചത്. അത് അത്ര മോശം സ്കോറൊന്നും പറയാൻ പറ്റില്ല നമുക്ക്, അടിപൊളി സ്കോർ തന്നെയാണ്. ഒരു ശരിക്കും പൊരുതിയിട്ട് തന്നെയാണ് തോറ്റിട്ടുള്ളത്. ബിഗ് ടീമാണെങ്കിലും ഒരു ബിഗ് ടീമാണെങ്കിലും തുടക്കം പാളിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അതുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കാറില്ല ചേസിങ്ങിൽ. ബട്ട് ഇവിടെ സിംബാബ്വെ നല്ല രീതിയിൽ തന്നെ അവർ സ്കോറിങ് കണ്ടെത്തിയിട്ടുണ്ട്. 186, 184 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര മോശം സ്കോർ എന്നൊന്നും പറയാൻ പറ്റില്ല 20 ഓവറിൽ, അതും ചെന്നൈയിൽ ചേസിങ്ങിൽ. അങ്ങനെ ഇന്ത്യക്ക് 72 റൺസിൻ്റെ വിജയം സമ്മാനിച്ചിരിക്കുകയാണ്. ഈ ഒരു ടീം നല്ല തീയായിട്ടുള്ള ഈ ടീം തന്നെയായിരിക്കണം വെസ്റ്റ് ഇൻഡീസ് ആയിട്ടുള്ള കളിക്കുന്നത്. ഇപ്പം ഇന്ന് സൗത്ത് ആഫ്രിക്ക വെസ്റ്റ് ഇൻഡീസ് മാച്ച് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും, വെസ്റ്റ് ഇൻഡീസിൻ്റെ അവസാനം വരെ ബാറ്റ്സ്മാൻമാരാണ്. ഓക്കെ, ഇപ്പോൾ വെസ്റ്റ് ഇൻഡീസിൻ്റെ ഫസ്റ്റത്തെ 10 ഓവറിൽ 74 റൺസോ എങ്ങാണ്ടാണ് ആ സമയത്ത് അവർക്ക് 7 വിക്കറ്റ് നഷ്ടമായിട്ടുണ്ട്. എന്നിട്ടാണ് ഈ റൊമാരിയോയും ജെയ്സൺ ഹോൾഡറും കൂടിയിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പിൽ അവർ ബിൽഡ് ചെയ്യുന്നത്. 174 പോകുന്നു. എന്താണ് മാറ്റം? 20 ഓവറിൽ അടുത്ത 10 ഓവറിൽ അവർ അടിച്ചു കൂട്ടിയത് 100 റൺസാണ്. അതും വിക്കറ്റ് പോവാതെ അവർ പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്തത്. അപ്പോൾ 7 വിക്കറ്റ് പോയതിന് ശേഷമാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ അതാണ് വെസ്റ്റ് ഇൻഡീസിൻ്റെ അവസാനം വരെ ബാറ്റ്സ്മാൻമാരാണ്. ഇപ്പം നമുക്കിന്ന് സ്കോർ കാർഡ് നോക്കുകയാണെങ്കിൽ ടോസ് കിട്ടി ഫീൽഡിങ് തിരഞ്ഞെടുത്തു സിംബാബ്വെ. അവിടുന്ന് അവരത് പഴച്ചത് അവിടെ നിന്നാണ്. ഒരു കാരണവശാലും ഇന്ത്യക്കെതിരെ ഫീൽഡിങ് തിരഞ്ഞെടുക്കാൻ പാടില്ലായിരുന്നു ടോസ് കിട്ടിയ. പാകിസ്ഥാൻ ചെയ്ത അതേ പ്രവൃത്തി തന്നെ വീണ്ടും ഇവർ റിപ്പീറ്റ് അടിക്കുകയാണ് ചെയ്തത്. ഓപ്പണിംഗ് ഇറങ്ങിയ സഞ്ജു സാംസൺ 24 റൺസും 15 ബോളിൽ എടുത്തു. അഭിഷേക് ശർമ്മ 30 ബോളിൽ 55 റൺസും എടുത്തു. ഇഷാൻ കിഷൻ 24 ബോളിൽ 38 റൺസും. സൂര്യകുമാർ യാദവ് 13 ബോളിൽ 33 റൺസും. ഹാർദിക് പാണ്ഡ്യ പറയാതിരിക്കാൻ വേണ്ടാവില്ല, അവസാനത്തെ ഓവറിൽ ആ 2 ബോളും 6 അടിച്ച് ബെസ്റ്റ് ഒരു ഫിനിഷിംഗ് ആയിരുന്നു അത്. അങ്ങനെ 50 അടിച്ചു. ഞാൻ തിലക് വർമ്മ 50 അടിക്കുന്നു നോക്കിയിരുന്നപ്പോൾ ഹാർദിക് പാണ്ഡ്യയാണ് 50 അടിച്ചത്. അത് പിന്നെ തിലക് വർമ്മ 44, 16 ബോൾ ഡെലിവറി. അപ്പോൾ തിലക് വർമ്മയും ഹാർദിക് പാണ്ഡ്യയും നോട്ട് ഔട്ടാണ്. അങ്ങനെ ടീം ടോട്ടൽ 256 ആണ് 4 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ അടിച്ചത് സിംബാബ്വെക്കെതിരെ. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിലക് വർമ്മയുടെ സ്ഥാനം മാറ്റിയപ്പോൾ ആളുടെ പ്രഷർ പോയി. മറ്റേത് നല്ല പ്രഷറിലാണ് ആൾ കളിച്ചേർന്നത്. ഇപ്പോൾ വെറുതെ ഇട്ട് മുട്ടാൻ തോന്നും. ഇതിപ്പോൾ ആൾ നല്ല രീതിയിൽ ആസ്വദിച്ച് കളിക്കുകയായിരുന്നു. അല്ല, അടിക്കണത് മുഴുവൻ കണക്ഷനൊക്കെ കറക്റ്റായിരുന്നു. പിന്നെ ഒരു പേടിയില്ല, ഭയമില്ലാത്ത രീതിയിലൊക്കെ നല്ല രീതിയിൽ ബാറ്റിംഗ് ആയിരുന്നു തിലക് വർമ്മയുടെ. തിലക് വർമ്മ ശരിക്കും ഈ ഒരു സ്ഥാനത്തിലെ ആൾ ആപ്റ്റാണ്. ഹാർദിക് പാണ്ഡ്യ കറക്റ്റാണ്, ഇഷാൻ കിഷനും കറക്റ്റാണ്. അപ്പോൾ ഈ വന്നവരും നിന്നവരും പോയവരൊക്കെ നിന്ന് അടിച്ചു കൂട്ടിയപ്പോൾ കളി ടോട്ടൽ 256 ആയി. മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ സിംബാബ്വേയുടെ ബെന്നറ്റിൻ്റെ ബാറ്റിംഗ് പറയാതിരിക്കാൻ വയ്യ. നോട്ട് ഔട്ടാണ് ആൾ 97.
ഒരു 100 പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ബോള് ശരിക്ക് കിട്ടിയില്ല എന്ന് തന്നെ പറയാം. ആ 59 ബോളിലാണ് ആൾ 97 അടിച്ചത്. അത് 8 4-ഉം 6-6-ഉമാണ് അതിനകത്ത് ഉൾപ്പെടുന്നത്. പിന്നെ മറുമാണി 20 റൺസ് 20 ബോളിൽ. പിന്നെ മെയേഴ്സ് 6 റൺസ് 9 ബോൾ. റാസ 31 21 ബോൾ ഡെലിവറി. ബേൾ 0, ബേൾ ഡക്കടിച്ചു പോയി. പിന്നെ മുനിയോഗ 11 റൺസ്. പിന്നെ മുസ്കിവ 7 റൺസ്. എവാൻസ് 1 റണ്ണ് നോട്ട് ഔട്ടാണ്. ഇവാൻസും ബെനറ്റും നോട്ട് ഔട്ടാണ്. അങ്ങനെ ടോട്ടൽ 184 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ അവർ 184 അടിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുതിരപ്പവൻ അർഹിക്കുന്ന ഒരു ടീം തന്നെയാണ്. നല്ല രീതിയിലുള്ള ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. പക്ഷേ ഫീൽഡിങ് വളരെ മോശമായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. ഇഷാൻ കിഷൻ്റെ ക്യാച്ചും പിന്നെ സൂര്യകുമാർ യാദവിൻ്റെ ക്യാച്ചൊക്കെ മിസ്സഡാണ്, അയാൾ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്ത്യ സെമിയിലെ കവാടം തുറന്നിരിക്കുന്നു. അപ്പോൾ ഇന്ത്യ ഇനി സെമി ഫൈനലിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഇംഗ്ലണ്ട്, ന്യൂസിലാൻഡ്, സൗത്ത് ആഫ്രിക്ക 3 പേരും ഏകദേശം സെമിയിൽ കടന്നിരിക്കുന്നു. ഇനി ഇന്ത്യ ആണോ വെസ്റ്റ് ഇൻഡീസ് ആണോ എന്നുള്ളത് മാത്രമാണ് പറയാൻ കഴിയാത്തത്. സിംബാബ്വെ എന്തായാലും പുറത്തായി. ഈ മാർച്ച് 1-ാം തീയതിയിലത്തെ മാച്ച് നിർണായക മാച്ചാണ്. എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെയാണ്, വെസ്റ്റ് ഇൻഡീസിൻ്റെ അവസാനം വരെ പ്ലെയേഴ്സാണ്, ബാറ്റ്സ്മാൻമാരാണ്. ഇപ്പം ഇന്നത്തെ മാച്ചിൽ തന്നെ നിങ്ങൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവും. ഇന്നത്തെ മാച്ചിൽ ഫുള്ള് അവരുടെ 7 വിക്കറ്റ് 10 ഓവറിൽ പോയിട്ടും അവർ ആ ടീമിനെ തിരിച്ചു കൊണ്ടുവന്നു. അതായത് അവർ പിന്നത്തെ 10 ഓവർ 100 റൺസ് അടിച്ച് കയറ്റിയത്, അതും അവസാന വാലറ്റക്കാർ. അപ്പോൾ അവസാനം വരെ ബാറ്റ്സ്മാൻമാരാണ്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ബാറ്റ് തന്നെയായിരിക്കും ജയസാധ്യത കൂടുതൽ. ചേസിങ് നമുക്ക് നല്ലതല്ല എന്ന് തോന്നുന്നു ഈ ഒരു വേൾഡ് കപ്പിൽ. ഓക്കെ, അപ്പോൾ ആരാണ് ഇനി സെമിയിലേക്ക്, അടുത്തൊരു സെമിയിലേക്കുള്ള പ്രവേശനം ഇനി ആർക്കാണെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പോയി വരാം അടുത്തൊരു വീഡിയോയുമായിട്ട്.